എന്താണെങ്കിലും എന്നോട് തുറന്നു പറയാൻ അമ്പിളി. നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഭയപ്പെടുത്തിയോ? അല്ല, നീ പുറത്ത് വന്നത് മുതൽ ടെൻഷനാ, പനിച്ചെടുക്കണമെന്നൊക്കെ ഞാൻ വിളിച്ചപ്പോ ചീരു പറഞ്ഞു. എന്താ അമ്പിളി ഉണ്ടായത്? ആ സ്വർണ്ണക്കാരുടെ ഗുണ്ടകളെങ്ങാനും നിന്നെ വഴിയിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയോ? ഗുണ്ടകൾ എന്തിനാ എന്നെ ഭീഷണിപ്പെടുത്തുന്നേ? അവരുടെ സ്വർണം ഞാനാണോ എടുത്തത്? നീ എടുക്കണ്ടല്ലോ. എന്നെ അവർക്ക് സംശയമുള്ളപ്പോ എന്റെ ഭാര്യയെ നിന്നെ അവർക്ക് ഭീഷണിപ്പെടുത്താം. അല്ല, ഒരിക്കൽ ഞാനിവിടെ ഇല്ലാത്തപ്പോ അവന്മാർ ഇവിടേക്ക് വന്നതല്ലേ? അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല രഘുവേട്ടാ. പിന്നെ എന്താ നിനക്ക് പറ്റിയെന്ന് പറ. ഇന്നലെ രാത്രി മുതൽ നിന്റെ മൂഡ് ശരിയല്ല. ഇനി എന്നോട് പറയാൻ പറ്റാത്ത വല്ല പ്രശ്നമാണോ അമ്പിളി? രഘുവേട്ടൻ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. എല്ലാം തുറന്നു പറഞ്ഞാലോ? അല്ലെങ്കിൽ എന്റെ നെഞ്ചു പൊട്ടിപ്പോവും. നീ എന്താ അമ്പിളി ആലോചിക്കുന്നത്? എനിക്ക് കുറച്ച് വെള്ളം വേണം രഘുവേട്ടാ. വെള്ളം? പറയാം. എല്ലാം രഘുവേട്ടനോട് തുറന്നു പറഞ്ഞ് മനസ്സിന്റെ ഭാരം ഇറക്കി വെക്കാം. വെള്ളം കുടിക്ക. ശബരിന്ദ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്താ ഇത്? നീ എന്ത് കേട്ടാലും ഇങ്ങനെ പേടിക്കുന്ന എന്തിനാ? അല്ല, അവരെന്തിനാ വന്നത്? അവർ ഉണ്ണിക്കുട്ടന് മഹാദേവ ക്ഷേത്രത്തിൽ തുലാഭാരം നടത്താൻ വേണ്ടി വന്നതാ. അപ്പോ ശബരിന്ദയെന്ന് പോവില്ല അല്ലേ? അതെങ്ങനെ പോവാനാ? നാളെ പുലർച്ചെയല്ലേ തുലാഭാരം? അല്ല, അപ്പോഴേക്കും അച്ഛൻ തിരിച്ചു വരുമോ? അതറിയില്ല. ദേ അച്ഛനെ വിളിച്ച് സംസാരിച്ചു എന്നാ പറഞ്ഞേ. ഞാനൊന്ന് കിടക്കട്ടെ രഘുവേട്ടാ, വല്ലാത്ത ക്ഷീണം. ശബരിന്ദയും ഇങ്ങോട്ട് കയറാനിരുന്നതാ. പനി പകരുമെന്ന് പറഞ്ഞ് ചീരു അവരെ തടഞ്ഞു. ഇപ്പൊ ചൂട് നല്ല കുറവുണ്ടല്ലോ. എന്തായാലും എനിക്കിപ്പോ ആരെയും കാണണ്ട രഘുവേട്ടാ, കുറച്ച് കഴിയട്ടെ. ശരി, എന്നാലേ നീ കിടന്നോ.